വാക്കുകളൊക്കെ ഉപയോഗിക്കത്തില്ലേ? അത് ഭാഷയിലെ എൻ്റെ പരിജ്ഞാനക്കുറവ് കൊണ്ട് അങ്ങനെ ഒരു വാക്കായി പോകും. ഉന്നത കുലജാതനൊക്കെ അതാണ്. പക്ഷെ അതിൻ്റെ ഡിസ്ക്രിപ്റ്റ് ഞാൻ ഉടനെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ അംഗീകരിച്ചിട്ടുള്ള ഈ ബ്രാഹ്മണൻ, നായർ, നായിഡു, നായരെന്ന് ഞാൻ അന്ന് പറഞ്ഞില്ല കേട്ടോ, കാരണം ഞാൻ നായരായതുകൊണ്ട് ഉടനെ പിന്നെ അതെടുത്തലക്കും. നായിഡു, റാവു, ഇങ്ങനെയുള്ള ആൾക്കാര് ഈ പറയുന്ന പിന്നോക്ക സമുദായക്കാരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ നിയോഗിക്കണം. മറിച്ച് മുന്നോക്ക സമുദായങ്ങളുടെ മുന്നേറ്റത്തിന് വേണ്ടി ഈ പറയുന്ന പിന്നോക്ക ജാതിയിലുള്ള മന്ത്രിമാരെ നിയോഗിക്കണമെന്ന് പറയുന്ന വിശാലമായ നവോത്ഥാന കാഴ്ചപ്പാടാണ്. അത് ഇല്ലാതാക്കണമെന്നായിരുന്നു നിങ്ങളുടെ ഉദ്ദേശം. ഇവിടെ ചൈനയെ കുറിച്ച് പ്രതിപാദിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞ ഡിഫ്ലക്ഷൻ, ഡിസ്റ്റോർഷൻ ഒന്നുമല്ല ഞാൻ പറയുന്നത്, ഡിസ്ട്രാക്ടേഴ്സ്. എന്തുകൊണ്ടാണ് ഇപ്പോഴും പാർലമെന്റിൽ ഒരു വിഷയമെടുത്ത് ചൈന ചൈന? ഞാൻ ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുന്നത് കൃത്യം 3 ദിവസം മുമ്പ് അതിന് പിന്നോട്ടുള്ള 2 രാത്രികൾ ചൈനയുടെ ബാരലിനോ മിസൈലിനോ ഒക്കെ അവരുടെ മൂക്കിന് താഴെ വെലോങ് വാലിക്ക് മേലെ കിബിത്തു എന്ന് പറയുന്ന 5 കിലോമീറ്റർ ദൂരത്ത് മലമടക്കുകളിൽ കാണാം. പച്ചപ്പിനിടയ്ക്ക് ബ്രൗൺ പാച്ച്. അവിടെ അവരുടെ ബൈനോക്കുലറും അവരുടെ സ്റ്റെതസ്കോപ്പും സ്ഫിഗ്മോമാനോമീറ്ററും ലിപ് റീഡറും എന്നെ ഈ റേഞ്ചിലാണ് അവർ കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് അവിടുത്തെ സമാധാന അന്തരീക്ഷം എന്ന് പറയുന്നത് നേരിട്ട് ബോധ്യപ്പെടുവാൻ സാധിച്ചു. പിന്നെ നിങ്ങൾ ഏത് ബോർഡറിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്? പാർലമെന്റിൽ അങ്ങനെ ഒരു വിഷയം ഉന്നയിച്ച് ഒരു ഉച്ചാരണം വരണം, അതുമൂലം ഒരു യുദ്ധത്തിലേക്ക് അല്ലെങ്കിൽ ഒരു കടിപിടിയിലേക്ക് പോകണം, ഒരു അനിശ്ചിതാവസ്ഥ ജനങ്ങളുടെ ജീവിതത്തിൽ ഇന്ത്യയിലും ചൈനയിലും സൃഷ്ടിക്കണമെന്ന് പറയുന്ന രാഷ്ട്രീയ ദുഷ്ടലാക്ക്. അങ്ങനെ അല്ലാതെ മോദിയെ കീഴ്പ്പെടുത്താൻ പറ്റില്ല. പട്ടിണി വരണം യുദ്ധം മൂലം, അരക്ഷിതാവസ്ഥ വരണം യുദ്ധം മൂലം എന്ന് വിചാരിക്കുന്ന ഡിസ്ട്രാക്ടേഴ്സ് ജനങ്ങൾ തീരുമാനിക്കണം ഈ ഇലക്ഷനിൽ. ആ ഡിസ്ട്രാക്ടേഴ്സിന്റെ അനന്തരാവകാശികൾ നമുക്ക് ഈ സംസ്ഥാനത്ത് ഭരണത്തിൽ തുടരണോ എന്ന് കേരളത്തിലെ ജനങ്ങൾ തീരുമാനിക്കണം. ആ ഡിസ്ട്രാക്ടേഴ്സിന്റെ അനന്തരാവകാശികൾ നമുക്ക് ഈ സംസ്ഥാനത്ത് ഭരണത്തിൽ തുടരണോ എന്ന് കേരളത്തിലെ ജനങ്ങൾ തീരുമാനിക്കണം. നിങ്ങളിൽ എത്ര പേർ ഇത്തവണത്തെ ബഡ്ജറ്റ് പഠിച്ചു? ബഡ്ജറ്റ് വരുന്നതിന് മുമ്പ് തന്നെ 2007 വരാൻ പോകുന്ന ഫെബ്രുവരി 1-ാം തീയതി വരാൻ പോകുന്ന ബഡ്ജറ്റിന്റെ സ്ക്രിപ്റ്റ് ഇപ്പോഴേ പ്രതിപക്ഷമായിട്ടുള്ളവര് അത് ആലേഖനം ചെയ്തു കഴിഞ്ഞു. നല്ല ചോദ്യങ്ങൾ ചോദിച്ച കൂട്ടത്തിൽ ശ്രീ ചാവ്ല ചോദിച്ചത് വേദിയിൽ നിന്നുകൊണ്ടാണ്. കേരളത്തിൽ BJP ഭരണം പിടിച്ചാൽ അങ്ങ് മുഖ്യമന്ത്രിയാണ്. എനിക്കെന്റെ ഹൃദയം തുറക്കാമായിരുന്നു. പക്ഷെ ഈ സമയത്ത് ഞാൻ എന്ത് പറഞ്ഞാലും അതിനെ ഏത് തരത്തിലാണ് പുറത്തു നിൽക്കുന്ന കിങ്കരന്മാർ വളച്ചൊടിക്കാൻ പോകുന്നത് എന്ന ഭയമുണ്ടായിരുന്നു. നട്ടല്ലൊക്കെ വേറെ കാര്യം, അത് നേരിടാന് ഞാൻ പറഞ്ഞു. ഞാൻ ഇതിന് മറുപടി പറയാൻ തയ്യാറല്ല. ഞാൻ വാലില്ലാത്ത വാനരനാണ്. അവരെന്റെ വാല് വാഗ് ചെയ്യുന്നതല്ല അവർക്ക് കാണേണ്ടത്, എൻ്റെ നാവ് വാഗ് ചെയ്യുന്നതാണ് കാണേണ്ടത്. ഐ വിൽ നോട്ട് വാഗ് മൈ ടങ്.